ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡായിട്ടുള്ള ഇ വി ചാർജിങ് അല്ലെങ്കിൽ ഇ വി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് റൂൾസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എസ്പെഷ്യലി പബ്ലിക്കായിട്ട് ഇ വി ചാർജിങ് സ്റ്റേഷൻ നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിനിമം ഒരു ബി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ് ഉള്ള ഒരാൾ വേണം ഈ വർക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ. പിന്നെ അതിന് വേരിയസ് പ്രൊട്ടക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനുണ്ട്. ഓവർലോഡിനും ഷോർട്ട് സർക്യൂട്ട് അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള കേസും കൂടി എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കണക്ഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള വയറിങ്ങിൻ്റെ ലെങ്ത്തിനെ പറ്റിയൊരു കാര്യം പറയുന്നുണ്ട്. അതായത് അതിൻ്റെ പാർക്കിംഗ് സ്പേസ് അതനുസരിച്ച് വേണം അറേഞ്ച് ചെയ്യാൻ. അതായത് വെഹിക്കിൾ ചാർജ് ചെയ്യാൻ പാർക്ക് ചെയ്യുമ്പോൾ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് മാക്സിമം 5 മീറ്ററിന് ഉള്ളിലായിരിക്കണം നമ്മുടെ വെഹിക്കിൾ ഇരിക്കേണ്ടത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം 5 മീറ്ററാണെന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻസ് നമ്മൾ സ്യൂട്ടബിളായിട്ട് പ്രൊവൈഡ് ചെയ്യണം ആസ് പെർ IS സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ IEC സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ട്. ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസസ് ഉപയോഗിക്കുന്ന കേസ് പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം അതിലും 30 മില്ലി ആംസ് വെച്ചുള്ള റെസിഡ്യൂവൽ കറണ്ട്, അതിൽ 30 മില്ലി ആംസിൽ കൂടി വരുമ്പോൾ ട്രിപ്പാവുന്ന രീതിയിലുള്ള റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസ് വേണം യൂസ് ചെയ്യാൻ. പിന്നെ ലൈവും ന്യൂട്രലും ഒരേ ടൈമിൽ ഇൻറ്ററപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ബ്രേക്കർ പ്രൊവൈഡ് ചെയ്യാൻ. അതായത് TPN എന്നൊക്കെ ഉപയോഗിക്കണത് കൊണ്ട് നമ്മൾ 4 പോൾ തന്നെ ഉപയോഗിക്കണം എന്നുള്ളൊരു മീനിങ്ങാണ് അതിൽ വരുന്നത്. പിന്നെ ടൈപ്പ് എ ടൈപ്പായിട്ടുള്ള ബ്രേക്കേഴ്സും യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈപ്പ് എ എന്താണെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് MCCBയുടെ കേസിലൊക്കെ. അപ്പോൾ അതിൻ്റെ IS സ്റ്റാൻഡേർഡും 12640 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പല പ്രൊട്ടക്റ്റീവ് ഡിവൈസുകളിലെ സംഗമിച്ചിട്ടുള്ള കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഇതിൽ പ്രൊട്ടക്ഷൻ സാധ്യമാകുന്നത് എന്നുള്ളൊരു കേസാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഓൾ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ ഷാൽ ബി സപ്ലൈഡ് ഫ്രം എ സബ് സർക്യൂട്ട് പ്രൊട്ടക്റ്റഡ് ബൈ വോൾട്ടേജ് ഇൻഡിപെൻഡൻറ്റ് റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസ്. റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസ് RCCBയോ അല്ലെങ്കിൽ ഹയർ സാധനങ്ങളോ നമ്മൾ യൂസ് ചെയ്ത് ഓരോ സർക്യൂട്ടിനും വോൾട്ടേജ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ കറണ്ട് ഡിപ്പെൻഡൻ്റ് ആണല്ലോ 30 മില്ലി ആമ്പർ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കറണ്ട് ട്രിപ്പാവുന്ന രീതിയിൽ ഉള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സ് യൂസ് ചെയ്യണം. ആൻഡ് ഓൾസോ പ്രൊവൈഡിങ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ദാറ്റ് ഈസ് കമ്പാറ്റബിൾ വിത്ത് ചാർജിങ് സപ്ലൈ ഫോർ ഇലക്ട്രിക് വെഹിക്കിൾസ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ആൾക്ക് ഭയം വരാത്ത രീതിയിലുള്ള പ്രൊട്ടക്ഷൻസും കൂടി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എർത്തിങ് IS സ്റ്റാൻഡേർഡ് പ്രകാരം 3043/2018 പ്രകാരം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. The cable may be fitted with earth connected metal shielding. കേബിളിൽ എർത്ത് ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റൽ ഷീൽഡിങ് യൂസ് ചെയ്യണം. The cable shall be wear resistant and maintain flexibility over the full temperature range. നമ്മൾ ചാർജിങ് സ്റ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കേബിൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും, പക്ഷെ അത് വിയർ റെസിസ്റ്റൻ്റ് ആയിട്ടും എന്ന് വെച്ചാൽ നമ്മൾ ക്ലൈമറ്റ് എക്സ്പോസ് ആകുമ്പോൾ അതിൻ്റെ ഇൻസുലേഷൻ പോകാത്ത രീതിയിലും എന്നാൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം, അതാണ് പറഞ്ഞേക്കുന്നത്. A protective earth conductor shall be provided to establish an equipotential connection between the earth terminal of the supply and conductive parts of the vehicle. അപ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് എർത്ത് കണ്ടക്ടർ യൂസ് ചെയ്ത് ഒരു ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ്, അതായത് പ്രോപ്പർ എർത്തിങ് സിസ്റ്റം വേണമെന്നുള്ളത്. നമ്മുടെ വെഹിക്കിളിൻ്റെ കണ്ടക്റ്റീവ് പാർട്ടും നമ്മുടെ ബാക്കിയുള്ള ഇലക്ട്രിക് സ്റ്റേഷനുമായിട്ട് വരുന്ന രീതിയിൽ ചെയ്യണം. അപ്പോൾ അതിൻ്റെ IEC കോഡ് പറയുന്നുണ്ട് 60364 എന്ന് പറഞ്ഞു. പിന്നെ ഫയർ ഡിറ്റക്ഷൻ മുതലായ അങ്ങനെയുള്ള അലാം ആൻഡ് കൺട്രോൾ അങ്ങനെയുള്ള സിസ്റ്റംസും പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന കേബിൾസിൻ്റെ അല്ലെങ്കിൽ ചാർജിങ് IEC സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ളതായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ AC സൈഡ്, അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സൈഡിലിപ്പോൾ ചാർജ് ചെയ്യാൻ DC സപ്ലൈ ആയിരിക്കും പോകുന്നത്. അപ്പോൾ AC സൈഡിലെ IEC സ്റ്റാൻഡേർഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ DC സൈഡിലെയും IEC സ്റ്റാൻഡേർഡ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണക്ഷൻ ഔട്ട്ഡോറിലോ അല്ലെങ്കിൽ ഒരു വെള്ളം കെട്ടിക്കുന്ന പോലത്തെ അല്ലെങ്കിൽ കുറച്ച് നനഞ്ഞ പോലത്തെ ലൊക്കേഷനിൽ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ IP പ്രൊട്ടക്ഷൻ അറ്റ്ലീസ്റ്റ് X4, അതായത് 44, 54 അങ്ങനെ 4 തന്നെ റേഞ്ചിലുള്ള സാധനങ്ങൾ വേണം യൂസ് ചെയ്യാൻ എന്നുള്ളത്. 4 എന്ന് പറഞ്ഞാണല്ലോ മിനിമം.
വെള്ളത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾ IP65 റേഞ്ചിൻ്റെ അടുത്തുള്ളതൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സംഭവമാണ് അതിൻ്റെ അകത്ത് എടുത്ത് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ, എന്താണ് ഈ എക്സും 4ഉം അല്ലെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ള ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് പബ്ലിക് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറാണ്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ് പറയുന്നത്. അതിനെ PCS എന്ന് വിളിക്കും, പബ്ലിക് ചാർജിങ് സ്റ്റേഷനിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളൊരു സെപ്പറേറ്റ് ട്രാൻസ്ഫോമർ എന്തായാലും വേണം, അതാണ് പറയുന്നത്. ആൻഡ് എക്സ്ക്ലൂസീവ് ട്രാൻസ്ഫോമർ വിത്ത് ഓൾ റിലേറ്റഡ് സബ്സ്റ്റേഷൻ എക്യുപ്മെൻറ്റ് ഇൻക്ലൂഡിങ് സേഫ്റ്റി അപ്ലയൻസ് ഇഫ് റിക്വയർഡ്. അപ്പോൾ സേഫ്റ്റി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് സഹിതമുള്ള ഒരു സബ്സ്റ്റേഷൻ, ഒരു എക്സ്ക്ലൂസീവ് ട്രാൻസ്ഫോമർ വേണമെന്ന് പറയുന്നുണ്ട്. ലോങ് റേഞ്ച് EV അല്ലെങ്കിൽ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള EV ചാർജിങ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിലെല്ലാം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത്. 2 ചാർജർ വേണം, മിനിമം 100 kW, അതായത് ഒരു 200 to 750 വോൾട്ട് റേഞ്ചുള്ള 100 kW 2 ചാർജേഴ്സ് വേണമെന്ന് പറയുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് സ്പെസിഫിക്കേഷൻ അയക്കണം. അപ്പോൾ ഇതിൽ ഈ ചാർജറിൻ്റെ തന്നെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് CCS ടൈപ്പ് ഉണ്ട്, ഷാഡെമോ എന്നൊക്കെ പറഞ്ഞ ജപ്പാൻ ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ഏതെങ്കിലും അതായത് ഇതെല്ലാം BIS അപ്രൂവ്ഡ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ BIS അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും റേഞ്ചുള്ള, അതായത് ഇത് ഓരോ അൽഗോറിതംസാണ്, ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഓരോ പ്രൊസീജിയേഴ്സാണ്. ഓരോ ടൈപ്പ് ചാർജിങ് സ്റ്റേഷൻ ഓരോന്നാണ് ഫോളോ ചെയ്യുന്നത്. CCS പൊതുവെ ഇന്ത്യ യൂസ് ചെയ്യുന്നത്, ഷാഡെമോ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. വിത്ത് സിംഗിൾ കണക്ടർ ഗൺ ഈച്ച്. അപ്പോൾ ഓരോന്നിനും ഓരോ ഗണ്ണ് വെച്ചാണ് ഇതിൻ്റെ കണക്ഷൻസ് കൊടുക്കുന്നത്. ആ ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്രോപ്രിയേറ്റ് ലിക്വിഡ് കൂൾഡ് കേബിൾസ്, ഹൈ സ്പീഡ് ചാർജിങ് ഫെസിലിറ്റീസ് ഫോർ ഓൺ ബോർഡ് ചാർജിങ് ഓഫ് ഫ്ലൂയിഡ് കൂൾഡ് ബാറ്ററീസ്. അപ്പോൾ ഫ്ലൂയിഡ് കൂൾഡ് ടൈപ്പ് ബാറ്ററീസ് യൂസ് ചെയ്യുന്നതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട ടൈപ്പ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലിക്വിഡ് കൂൾഡ് കേബിൾസ് ആണെന്നുള്ള കേസാണ് പറയുന്നത്. ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് FCS എന്ന് വിളിക്കും ഷോർട്ടായിട്ട്, വിച്ച് ആർ മെയിൻ ഓൺലി ഫോർ 100% ഇൻ ഹൗസ് captive utilization. For example, buses of a company would be free to decide the charging specification as per the requirement for its in-house company. അതായത് ഇപ്പോൾ കമ്പനിയുടെ ഉള്ളിലുള്ള ചിലപ്പോൾ ബഗ്ഗീസോ അങ്ങനെ അല്ലെങ്കിൽ ബസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് ഇൻറ്റേർണൽ മാറ്റർ എന്നുള്ള രീതിയിൽ അത് അവർക്ക് ഡിസൈഡ് ചെയ്യുക എന്നുള്ളൊരു, അതിൻ്റെ ചാർജിങ് സ്റ്റേഷൻ്റെ കേസ് അവർക്ക് ഡിവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. Additional PCS FCS can be installed even if there exists a PCS FCS in the required grid or distance. നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അനുവാദം കൂടി തരുകയാണ്. ഓൾറെഡി അതിൻ്റെ അടുത്ത് PCS FCS ഉണ്ടെങ്കിലും വേറെ അഡീഷണലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു അനുവാദം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. സെപ്പറേറ്റ് മീറ്ററിംഗ് അറേഞ്ച്മെൻറ്റ് ഷാൽ ബി മെയ്ഡ് ഫോർ PCS so that consumption may be recorded and billed as per applicable tariff for EV charge. അപ്പോൾ ഓരോ ചാർജിങ് സ്റ്റേഷൻ്റെയും ബില്ലിങ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ മീറ്റർ വെക്കുന്ന കേസാണ് അതിൻ്റെ അകത്ത്, സെപ്പറേറ്റ് മീറ്ററിങ് വെക്കുന്ന കേസാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ പവർ അനാലിസിസ് അല്ലെങ്കിൽ പവർ ക്വാളിറ്റിയുടെ അനാലിസിസ് നടത്തുന്ന കേസാണ് പറയുന്നത്. അതിൻ്റെ ഹാർമോണിക്സ് പോലത്തെ ഇഷ്യൂസൊക്കെ വന്ന് ഇതിൻ്റെ പ്രശ്നങ്ങൾ വരാണ്ടിരിക്കുന്നത്. ടോട്ടൽ ഹാർമോണിക് ഡിസോഷൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ലെസ് ദാൻ 3% വേണമെന്നൊക്കെയാണ് IEEE പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ പാർട്ടൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് പവർ ക്വാളിറ്റി അനാലിസിസ് നടത്തിയാലാണ് നമുക്കറിയാൻ പറ്റുക. An emergency push button shall be provided at power consumer side for disconnection of power supply to public EV charging station. അപ്പോൾ നമുക്ക് എമർജൻസി പുഷ് ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ടാകും. അതിപ്പോൾ മിക്ക എക്യുപ്മെൻറ്റ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പല വീഡിയോസിലും, ജനറേറ്റർ അല്ലെങ്കിൽ VCB അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല ഓൾമോസ്റ്റ് എല്ലാ എക്യുപ്മെൻറ്റ്സിലും ഈ എമർജൻസി പുഷ് ബട്ടൺസ് കാണാം, ഇതേപോലത്തെ സൊഫിസ്റ്റിക്കേറ്റഡ് പവർ ഹാൻഡിൽ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിൽ. അപ്പോൾ ഇൻകമർ സൈഡിൽ അപ്പോൾ അതൊന്നും നമുക്ക് പെട്ടെന്ന് പുഷ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡേഞ്ചറൊക്കെ വരുമ്പോൾ അത് പെട്ടെന്ന് ഓഫാക്കി കളയാൻ ഉപയോഗിക്കാറുണ്ട്. 3 phase ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ ഷാൽ ബി ഈക്വലി ലോഡഡ് ഇൻ ഓൾ ഫേസ്. അപ്പോൾ 3 phase ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ ആണെങ്കിൽ എല്ലാ ഫേസും ഈക്വലി ലോഡ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ള കാര്യം പറയണേ. ബാറ്ററി ചാർജിങ് സിസ്റ്റം BCS ഷാൽ ബി ട്രീറ്റഡ് ആസ് പാർ വിത്ത് പബ്ലിക് ചാർജിങ്. അപ്പോൾ ബാറ്ററി ചാർജിങ് സിസ്റ്റവും പബ്ലിക് ചാർജിങ് സ്റ്റേഷനായിട്ട് സെയിം ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. Captive charging station shall not be used for commercial. Captive charging station CCS കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ ചാർജിങ് പോയിൻറ്റ്സിൻ്റെ കേസ് പറയുന്നുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് പോയിൻറ്റ് ഷാൽ ബി ഇൻസ്റ്റാൾഡ് സോ ദാറ്റ് ദെൻ ഈസ് സോക്കറ്റ് ഔട്ട്ലെറ്റ് ഓഫ് സപ്ലൈസ് അറ്റ്ലീസ്റ്റ് 800 millimeter എബോവ് ദ ഫിനിഷ് ഫ്ലോർ. അവർ താഴെ ഗ്രൗണ്ടിൽ നിന്ന് നമ്മളൊരു 3 ഹൈറ്റിൽ വേണം, 800 mm ഹൈറ്റ് അല്ലെങ്കിൽ 80 centimeter ഹൈറ്റിൽ വേണം ഈ ചാർജിങ് പോയിൻറ്റ് വെക്കുന്ന കേസാണ് പറയുന്നത്. കോഡ് എക്സ്റ്റൻഷൻ സെറ്റ് ഓർ second supply LEDs shall not be used
In addition to supply lead for the connection of electric vehicle to the electric vehicle charging point, it shall be so constructed so that it cannot be used as a code extension set. അത് നമുക്ക് ഈ എക്സ്റ്റൻഷൻ കോഡൊക്കെ യൂസ് ചെയ്തിട്ട് ആദ്യം പ്ലഗ് ചെയ്യുന്ന കണക്ഷൻ എടുത്ത് പിന്നെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള പരിപാടി നടക്കില്ല എന്നുള്ളൊരു കേസാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റിങ്ങിൽ തന്നെ ഒരു ചെറിയ എക്സ്റ്റൻഷൻ ഉണ്ടാവും, അത് വണ്ടിയുടെ അടുത്ത് എത്തുന്ന രീതിയിൽ വെക്കണം എന്നുള്ള കേസാണ് പറയുന്നത്. An adapter shall not be used to connect a vehicle connector to a vehicle inlet. അപ്പോൾ വെഹിക്കിൾ കണക്ടറിന് അല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിളിൻ്റെ കണക്ടറിൽ ഒരു വേറൊരു അഡാപ്റ്ററൊക്കെ വെച്ചിട്ടുള്ള നമ്മൾ ചില പ്ലഗുകളിലൊക്കെ എക്സ്റ്റൻഷനൊക്കെ ചെയ്യണ പോലെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഉള്ള കേസ് പറയുന്നത്. പോർട്ടബിൾ സോക്കറ്റ് ഔട്ട്ലെറ്റ്സ് ആർ നോട്ട് പെർമിറ്റഡ് ടു ബി യൂസ് ഫോർ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ. പോർട്ടബിളായിട്ടില്ല, നേരത്തെ പറഞ്ഞ എക്സ്റ്റൻഷൻ കോഡ് പോലത്തെ ഉള്ളത് യൂസ് ചെയ്യാൻ പാടില്ല. പോർട്ടബിൾ സോക്കറ്റ് ഔട്ട്ലെറ്റ്സ് ഇതിന് ചാർജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. ഈച്ച് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പോയിന്റ് ഷാൽ ബി സപ്ലൈഡ് ഇൻഡിവിജ്വലി ബൈ എ ഡെഡിക്കേറ്റഡ് ഫൈനൽ സബ് സർക്യൂട്ട് പ്രൊട്ടക്ട് ബൈ ആൻ ഓവർ കറണ്ട് പ്രൊട്ടക്റ്റീവ് ഡിവൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് പോയിൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു എം സി ബി വഴി, അതായത് ഒരു സബ് സർക്യൂട്ടായിട്ട് വന്ന് അതിന് കറക്റ്റ് ഓവർ കറണ്ടിന് വേണ്ടി പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഡിവൈസും യൂസ് ചെയ്തിട്ട് വേണം പ്രൊട്ടക്ഷൻ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ IEC സ്റ്റാൻഡേർഡ്സ് ഏതാ ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്വിച്ച് ബോർഡിൻ്റെ പാർട്ടായിട്ട് വരണം ഈ ഓവർ കറണ്ട് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എന്നുള്ള കേസാണ് ഇതിൽ പറയുന്നത്. പിന്നെ ചാർജിങ് സ്റ്റേഷൻ്റെ വേറെ റിക്വയർമെൻറ്റ് പറഞ്ഞ നേരത്തെ പറഞ്ഞ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ ഷാൽ ബി എക്യുപ്ഡ് വിത്ത് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് വേണം. അൺകൺട്രോൾഡ് റിവേഴ്സ് പവർ ഫ്ലോ ഫ്രം വെഹിക്കിളിൽ നിന്ന് തിരിച്ച് അതിലേക്ക് റിവേഴ്സ് പവർ ഫ്ലോ ചെയ്യണ ഇത് കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അത് പോകാത്ത രീതിയിലുള്ളൊരു സംഭവം വേണം. അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിൽ വേണം ചെയ്യണം. 1 second after having disconnected the electric vehicle from the supply means the voltage between accessible conductive parts or any accessible conductive part and earth shall be less than or equal to 40.4 volt. നമ്മളിപ്പോൾ ചാർജിങ് കഴിഞ്ഞിട്ട് മെയിൻസിൽ നിന്ന് നമ്മുടെ കേബിൾ ഡിസ്കണക്ട് ചെയ്യുമ്പോഴത്തേക്കും, ഇലക്ട്രിക് വെഹിക്കിൾ ഡിസ്കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കണ്ടക്റ്റീവ് പാർട്സിൽ അല്ലെങ്കിൽ കണ്ടക്റ്റീവ് പാർട്ടിന് ബിറ്റ്വീൻ കണ്ടക്റ്റീവ് പാർട്സ് അല്ലെങ്കിൽ എർത്തും കണ്ടക്റ്റീവ് പാർട്ടും തമ്മിലുള്ള ആ വോൾട്ടേജിൻ്റെ വാല്യൂ 42, ഒരു ചെറിയൊരു ഒരു കപ്പാസിറ്റി വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ചാർജ് കുറച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ അതുകൊണ്ടുള്ളൊരു വോൾട്ടേജ് 40.4 വോൾട്ട്, മാക്സിമം 40 വോൾട്ട് അല്ലെങ്കിൽ 30 വോൾട്ട് RMS പാടുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം 60 വോൾട്ട് DC പാടുള്ളൂ. ആൻഡ് ദ സോൾഡ് എനർജി അവൈലബിൾ ഷാൽ ബി ലെസ് ദാൻ 20 ജൂൾസ്. അപ്പോൾ അത് എനർജി ആയിട്ടൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 20 ജൂൾസ് താഴെ പാടുള്ളൂ. വാർണിംഗ് ലെവൽ ഷാൽ ബി അറ്റാച്ച്ഡ് ഇൻ ദ അപ്രോപ്രിയേറ്റ് പൊസിഷൻ ഓൺ ചാർജിങ് സ്റ്റേഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള വാർണിംഗ് സിഗ്നൽ അതിൽ അറ്റാച്ച് ചെയ്തിരിക്കണം നമ്മുടെ ഈ ഡീറ്റെയിൽ കൊടുത്ത്. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ഒരു ചാർജിങ് സ്റ്റേഷനാണ് കാണിക്കുന്നത്, ജസ്റ്റ് ഒരു പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഈ എക്സ്റ്റൻഷൻ്റെ കേബിളും അതിൻ്റെ ആ ഗണ്ണ് അതിനൊക്കെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ട് വേറൊരു വീഡിയോ EV റിലേറ്റഡ് ആയിട്ട് കുറച്ച് വീഡിയോസും കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി വ്യക്തമാണുള്ളത് അതിൽ ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഉള്ളതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.